വഖഫായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം, അവിടെ ശ്രദ്ധിക്കണം. അവിടെ ഒരു 4000-ഓളം ക്രിസ്ത്യൻസിന്റെ വോട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കുടിയിറക്കപ്പെടുന്നവരിൽ കൂടുതൽ പേരും ലാറ്റിൻ ക്രൈസ്തവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് നയിക്കുന്ന പിണറായി വിജയൻ ഇത്തരത്തിലൊരു മുനമ്പം വിഷയം കത്തിച്ചുകൊണ്ട് BJP വരുമ്പോൾ എന്താ പറയേണ്ട വാചകം എന്താണ്? മുനമ്പത്ത് നിന്നും ഒരാളെയും കുടിയിറക്കുകയില്ല, അത് വഖഫിന്റെ ഭൂമിയല്ല എന്ന് പറയണം. യഥാർത്ഥത്തിൽ ചെയ്തെന്താണെന്നറിയോ? ഈ 4000 ക്രിസ്ത്യൻ വോട്ടുകൾ UDF കിട്ടാതിരിക്കാൻ വേണ്ടി ദുഷ്ടബുദ്ധിയോടുകൂടി പിണറായി വിജയൻ ആദ്യം ചെയ്തത് വഖഫിന്റെ ചെയർമാന്റെ നാവ് കെട്ടിയിട്ടു, മിണ്ടാതിരുന്നു. സംശയങ്ങൾ വല്ലാതെ കൂട്ടി. BJP കളത്തിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടുന്നില്ല. മിണ്ടാതിരുന്നതിന് ശേഷം ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ള 4 പണ്ഡിതന്മാരെ കൊണ്ട് ഇലക്ഷന്റെ 3 ദിവസം മുമ്പ് ഒറ്റ അടിയാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ക്രിസ്ത്യൻ സഹോദരങ്ങൾ കുടിയിറക്കപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കാൻ അവരെ എതിർക്കുന്നവരാണ് കേരളത്തിലെ UDF. അതുകൊണ്ട് നിങ്ങൾ UDF-ന്റെ കൈപ്പത്തിയിൽ വോട്ട് ചെയ്യരുത്. പറയാതെ പറയുകയാണ്. ഇപ്പൊ മുസ്തഫ മുണ്ട് പറയും ഉമർ ഫൈസി മുഖം ഇടതുപക്ഷം പറഞ്ഞല്ലോ, ശരിയാണ്, അത് ശരിയാണ്. പക്ഷെ അവർ പറഞ്ഞത് ഇലക്ഷന്റെ 2 ദിവസം മുമ്പ്. ശരി, അത് കണ്ടാൽ അവര് പറഞ്ഞത് CPM പറഞ്ഞിട്ടാണോ? നോ, ഞാൻ പറഞ്ഞുതരാം. അവരെ കൊണ്ട് താങ്കൾ ജയിച്ചെന്നുള്ള ഒരു വാദം കൊണ്ടുവരുന്നുണ്ടല്ലോ. ആപേക്ഷികമായിട്ടുള്ള ഒരു വാദത്തായിട്ട് താങ്കൾക്ക് പറയാം. ഒറ്റ കാര്യം ജയിച്ചെന്ന് പറയുന്ന മണ്ടത്തരം പഠിക്ക് പോയി. അല്ല, ഇരട്ട മെമ്പർഷിപ്പ് അംഗീകരിക്കുന്ന ഒരേ ഒരു പാർട്ടിയായി കോൺഗ്രസ് ഈ രാഷ്ട്രീയ ചർച്ച കഴിയുന്നോട് ഞാൻ ഔദാര്യമാണ് ജനാധിപത്യം. അല്ല, നിങ്ങളുടെ ഔദാര്യത്തിന്റെ പേരല്ല മിണ്ടാണ്ടിരിക്കേ. മഹാരാഷ്ട്രയില് കൊണ്ടുപോയി സൈഡാക്കിയില്ലേ? ഹരിയാനയിൽ കൊണ്ടുപോയി സൈഡാക്കി. അശ്മി, ഇവർക്ക് പറയാമായിരുന്നില്ലേ ഞങ്ങൾക്ക് അരിവാളിനെ വേണ്ടെന്ന്? എന്താ താങ്കളുടെ രാഹുൽ ഗാന്ധി പറഞ്ഞു? അതേ മറുപടി പറയണം. താങ്കളുടെ രാഹുൽ ഗാന്ധി ഇവിടുത്തെ മുഖ്യശത്രു അരിവാൾ തന്നെയാണ്, CPM തന്നെയാണ്. മാറ്റമില്ല, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. കേരളത്തിലെ മുഖ്യശത്രു CPM തന്നെയാണ്. ഇത് തന്നെയാണ് അവരുടെ പ്രശ്നം. എന്താ പ്രശ്നം? അവർക്ക് പൊളിറ്റിക്കൽ കേരളത്തിൽ ഞങ്ങളുടെ BJP-യുടെ വോട്ടും SDP-യുടെ വോട്ടും കിട്ടണമെന്നും മാറ്റി പറയും. ഒരു മിനിറ്റ്, പബ്ലിക് ഡൊമൈനിലുള്ള ചർച്ചയാണല്ലോ. ഒരു 10 വർഷം കഴിഞ്ഞ് ഇതേ BRM ഷഫീർ തിരുത്തും. ഇന്ത്യയുടെ ഗതികേടോർത്ത് ഈ കേരളത്തിലും രാഷ്ട്രീയത്തിന്റെ ഡെഫിനിഷനിൽ പൊളിറ്റിക്കലായി അധികാരത്തിൽ നിന്ന് ആരെ മാറ്റണം എന്നുള്ളതല്ല, എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു കൂട്ടരെ മാറ്റേണ്ടതെന്ന് ഏറ്റുപറയേണ്ടി വരും. ഒരു നാൾ വരും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ നിലംപരിശാക്കുന്ന രീതിയിൽ. അപ്പൊ ഡോക്ടർ പി സർ ഇനി രാഷ്ട്രീയ ജീവിതം ഉള്ളിടത്തോളം കാലം ഇടതുപക്ഷത്ത് തന്നെയാണ്, ഒരു മാറ്റമില്ല. താങ്കളുടെയും അദ്ദേഹത്തിന്റെയും രാഷ്ട്രീയ ബോധ്യത്തിൽ നിങ്ങൾക്ക് നിലപാടുകൾക്ക് എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് സ്വയം ചോദിച്ചു നോക്കുക. നിലപാടുകളുടെ പേരാണ് രാഷ്ട്രീയം. ജനങ്ങളിലേക്ക് അഭിപ്രായം പറഞ്ഞ അവരെ അഭിപ്രായത്തിനോടൊപ്പം നിർത്തലാണ് രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുകയോ ചെയ്യും. മത്സരിക്കാൻ വേണ്ടിയും ജയിക്കാൻ വേണ്ടിയും രാഷ്ട്രീയക്കാരനായ ആളല്ല ഞാൻ അതെന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുണ്ടെന്നാണ് ഒരു പരിധിവരെ ഞാൻ വിശ്വസിക്കുന്നത്. ഇറങ്ങി വന്നപ്പോഴും പാലക്കാട് മനസ്സിലായോ? മൂന്നാം സ്ഥാനത്ത് എത്തിയവരെ എന്തിനാണ് കളിയാക്കുന്നത്? കളിയാക്കിയതല്ല, പിന്നെന്താണ് ഞാൻ പറയുന്നത്? താങ്കളുടെ രാഷ്ട്രീയ ചേരിമാറ്റം കൃത്യമായി അവിടുത്തെ പാർട്ടി കേഡറിനടക്കം ബോധ്യമായതാണെങ്കിൽ 800 വോട്ടിന്റെ വർധനമാണോ സരിൻ ആഗ്രഹിച്ചത്? ഞാൻ കൃത്യമായി പറയുന്നു. സ്റ്റെതസ്കോപ്പ് ചിഹ്നം 9ാമത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതുകൊണ്ട് 9ാമത്തെ സ്ഥാനം വോട്ടർ മെഷീനിൽ. ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ അതിനെ ഒരു കാരണമായിട്ട് പോലും പറയുന്നില്ല. കാരണം എന്താ? തോറ്റത് അതുകൊണ്ടല്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. എന്താണ് കാരണം? 3ാം സ്ഥാനത്തെ പോലുള്ള കാരണം എന്താണ്? സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ അവിടെ ഉണ്ട് എന്നേ പറഞ്ഞു. അല്ലെങ്കിൽ കൂടി അരിവാൾ ചുറ്റി നക്ഷത്രമായിരുന്നു ചിഹ്നമെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുമായിരുന്നു സാർ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് സത്യസന്ധമായ ഒരു വിലയിരുത്തൽ തന്നെയാണ്. കാരണം മനസ്സിൽ പതിഞ്ഞൊരു ചിഹ്നം. സാധാരണ മനുഷ്യർ, ഞാൻ ഈ ചിഹ്നം പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടിയത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ. അതെന്തുകൊണ്ടാ? ഓരോരുത്തരെ കാണുമ്പോൾ വയസ്സായ അമ്മമാർ, പ്രായം ചെന്നവർ, ഇതെന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുമ്പോൾ അത് തിരുത്താൻ ശ്രമിച്ചതാണ്. അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലായിരുന്നു എങ്കിൽ
സ്വാഭാവികമായും BJP പിന്തള്ളി ഇത് 2ാം സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളതിൽ ഒരു തർക്കമില്ല. അപ്പോൾ ഞാൻ ജയിക്കുന്നല്ല ഞാൻ പറയുന്നത്. ഇതിന് തൊട്ട് മുമ്പ് മത്സരിച്ചത് ഏതാ? സ്റ്റെതസ്കോപ്പാ? ഇതിന് തൊട്ട് മുമ്പ് അല്ല, അദ്ദേഹം ആ പറയുന്നതിനെ പറ്റി കഴിഞ്ഞ എനിക്കറിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM 3ാം സ്ഥാനത്താണ്. ആണല്ലോ? ആണ്. അവിടെ 2ാം സ്ഥാനത്ത് ആരാ? BJP. അപ്പോഴേ ചിഹ്നമേത അരിവാൾ ചുറ്റിക നക്ഷത്രം. അല്ല, താങ്കൾ അരിവാൾ ചുറ്റികേനെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠൻ 1ാമത്. അത് ഷാഫിയോട് പോയി ചോദിച്ചാൽ മതി. BJP. അതെ, അതേ ഷാഫിയോട് ചോദിച്ചാൽ മതി. ഒറ്റ ഉത്തരവേ ഉള്ളൂ ഇതിന്. ചിഹ്നമേത ഷാഫിയോട് ചോദിച്ചാൽ മതി. നക്ഷത്രം. അത് ഷാഫിയോട് ചോദിച്ചാൽ മതി. VK ശ്രീകണ്ഠൻ അല്ല, അദ്ദേഹം മാറ്റി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വാദം മാറ്റി. വാദം മാറ്റി. അപ്പോൾ അദ്ദേഹത്തിന് ആ ബോധ്യമുണ്ട്. അദ്ദേഹത്തിന് BJP-യെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിനാണ് പൊളിറ്റിക്കൽ കൺവിക്ഷൻ എന്നുള്ള ബോധ്യം. കള്ളം പറയരുത്. അദ്ദേഹം മാറ്റി. അത് മതി. അത് മതി. ഒരു നിഷ്പക്ഷ നിലയിൽ കഴിഞ്ഞ പാർലമെന്റ് പിൻവാങ്ങി. എളുപ്പത്തിൽ പിൻവാങ്ങി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനം VK ശ്രീകണ്ഠൻ. നിയമസഭയിൽ പിൻവാങ്ങി. പാലക്കാട് അസംബ്ലിയിൽ 2ാം സ്ഥാനം ആരാ? 2ാം സ്ഥാനം ആരാ? BJP. 3ാം സ്ഥാനം ആരാ? CPM. ചിഹ്നമേത അരിവാൾ ചുറ്റിക നക്ഷത്രം. അപ്പൊ പിന്നെ സ്റ്റെതസ്കോപ്പ് ആയിരുന്നു, പിന്നെ അദ്ദേഹത്തിന് എന്നെ മനസ്സിലാവുന്നില്ല. 3ാം സ്ഥാനത്തിനെയാ. അത് സരിന്റെ ഒരു തോന്നലൊക്കെ അല്ലേ? അത് സരിന്റെ ഒരു കാരണങ്ങളൊന്നായി സരി കരുതുന്നതാണ്. കാർത്തിക അവലോകനമൊന്നും വേണ്ട. പാലക്കാട് സീറ്റ് കിട്ടിയില്ല, ചാടി. ഇവിടെ അത് ഷഫീറിന്റെ സ്വഭാവമായിരിക്കും, എന്റെ സ്വഭാവം. ഷഫീർ നിന്നിടത്തേ നിന്നിട്ടുള്ളൂ. നോക്കാം. ഷഫീറെ ഒറ്റ കാലിൽ ഒറ്റ നിന്നിട്ടുണ്ട്. താങ്കളിൽ രാഷ്ട്രീയ മര്യാദ ഉണ്ടാകുമ്പോ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയത്തെ കാലം വിലയിരുത്തല്ല. താങ്കളുടെ രാഷ്ട്രീയത്തെയും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ മനസ്സിലാവുന്നുണ്ടോ? അറിയാലോ, എന്നെ അവഗണിച്ചാൽ വോട്ട് ഇങ്ങനെ ആഞ്ഞൊന്ന് കുടഞ്ഞിട്ട് എന്റെയും അന്തസ് കാണിക്കും. മാറ്റി മാറില്ല. താങ്കളോട് ഞാൻ പറഞ്ഞ എന്താ എന്നെ പാർട്ടി അവഗണിച്ചാൽ നിലപാടുകൾ കോടതി പോവും. രാഷ്ട്രീയമായിട്ട് അന്തസ് വേണം അതിന്. അല്ല CP ഇവിടെ യഥാർത്ഥ രാഹുൽ